കൃഷ്ണരാജ്, ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഇതാ ഇങ്ങോട്ടേക്ക് തിരിച്ചിട്ടുണ്ട്. LNJP ആശുപത്രിയിൽ നിന്നും അദ്ദേഹം നമുക്ക് പിന്നിൽ കാണുന്ന ഈ വഴിയിലൂടെ അദ്ദേഹം എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. അദ്ദേഹം എത്തിയതായുള്ള വിവരം ഇപ്പോൾ വയർലെസ് വഴി ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് കിട്ടിയിട്ടുണ്ട്. അദ്ദേഹം അവിടുന്ന് ഇറങ്ങുന്നു എന്നുള്ള വിവരം കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ റോഡിന് കുറുകെ പോലീസ് വാഹനമിട്ട് ഇവിടെ മറ്റ് വാഹനങ്ങൾ തടഞ്ഞിട്ടുണ്ട്. അല്പസമയത്തിനകം ഈ വഴിയിലൂടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കടന്നുപോകും. ഈ സംഭവ സ്ഥലത്തേക്കായിരിക്കും അദ്ദേഹം കടന്നുപോകാൻ പോകുന്നത്. മറ്റൊരു വിവരം പറയേണ്ടത് 13 മരണം ഇപ്പോൾ സ്ഥിരീകരിച്ചു എന്നുള്ളതാണ്. 13 മരണം. കേന്ദ്ര ആഭ്യന്തരമന്ത്രി വാഹനവ്യൂഹമാണ് നമ്മൾ കാണുന്നത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ വാഹനവ്യൂഹം നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. LNJP ആശുപത്രിയിൽ നിന്നും നേരെ ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എത്തുന്നത് ഈ സംഭവ സ്ഥലത്തേക്കാണ്, ഈ ബ്ലാസ്റ്റ് നടന്ന സ്ഥലത്തേക്കാണ്, ഈ സ്ഫോടനം നടന്ന സ്ഥലത്തേക്കാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി എത്തുന്നത്. ആ വാഹനവ്യൂഹമാണ് നമ്മൾ ഈ കാണുന്നത്. സ്ഥിതിഗതികൾ നേരിട്ട് വിലയിരുത്താൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഈ സംഭവ സ്ഥലത്തേക്ക് എത്തുന്നു. അതിന്റെ ദൃശ്യങ്ങൾ ജനം ടിവിയിലൂടെ നമുക്ക് ഇപ്പോൾ കാണാം. ഇതിനിടയിൽ 13 മരണം സംഭവിച്ചു എന്നുള്ള കാര്യം പുറത്തു വരുന്നു. ആ കാറിനുള്ളിൽ 3 പേർ ഉണ്ടായിരുന്നു എന്നുള്ള വിവരം ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. ഈ പൊട്ടിത്തെറിച്ച കാറിൽ, സ്ഫോടനം നടന്ന കാറിൽ 3 പേർ ഉണ്ടായിരുന്നു എന്നുള്ള വിവരം പുറത്തു വരുന്നുണ്ട്. കാറിന്റെ പിൻഭാഗത്താണ് ഈ സ്ഫോടനമുണ്ടായത് എന്നുള്ള വിവരം കൂടി ഇതോടൊപ്പം വരുന്നുണ്ട്. ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ വാഹന വ്യൂഹം, കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഇതിനുള്ളിലേക്ക്, ഈ ചെങ്കോട്ടയ്ക്കുള്ളിലേക്ക് കടന്നിട്ടുണ്ട്. ഇനി ചെങ്കോട്ടയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ നേതൃത്വത്തിൽ ആ സംഭവസ്ഥലം സന്ദർശിക്കും. ആ സംഭവസ്ഥലം സന്ദർശിച്ച് പരിശോധന നടത്തും. ആ പരിശോധനയ്ക്ക് ശേഷം ഒരുപക്ഷെ അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്നതിനുള്ള സാധ്യത ഇനിയും ഉണ്ട്. ആ ഘട്ടത്തിൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നുള്ള കാര്യം നമുക്ക് അതിന്റെ കൃത്യമായ വിവരം കിട്ടും എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. എന്തായാലും കേന്ദ്ര ആഭ്യന്തരമന്ത്രി സംഭവ സ്ഥലത്തേക്ക് എത്തിയിരിക്കുന്നു, സംഭവ സ്ഥലം സന്ദർശിച്ചിരിക്കുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി जी का मुझे फोन आया था। उसके बाद प्राथमिक इंफॉर्मेशन लेकर मैंने प्रधानमंत्री जी को भी ब्रीफ किया है। अभी यहां से मैं घटनास्थल पर जाने के लिए निकल रहा हूं और कल एक बड़े सवेरे ही सीनियर लोगों की टीम के साथ गृह मंत्रालय में बैठक कर इसकी डिटेल जांच की जाएगी। सर, आपको लगता है कि इस हमले के पीछे, जो ब्लास्ट हुआ, इसके पीछे कोई आतंकी हमला है या कोई भी प्लानिंग यहाँ पर की जा रही है? देखिए, हम सभी एंगल्स को ओपन रखकर सभी दृष्टि से जांच कर रहे हैं। घटना किस कारण से हुई ये अभी कहना बहुत मुश्किल है। जब तक विस्फोट के स्पॉट पर से जो स्पेसिमेंस मिलेंगे, इसका जब तक FSL का एनालिसिस, NSG का एनालिसिस नहीं होता, इसके बारे में कुछ भी कहना दिक्कत है। मगर हम किसी भी एंगल को बंद नहीं मानते हैं। सभी एंगल का हम दृढ़ता के साथ आगे जांच करें। धन्यवाद। കേന്ദ്ര ആഭ്യന്തരമന്ത്രി ആശുപത്രിയിലേക്ക് എത്തുന്നതിന് മുൻപ് ANIലൂടെ പ്രതികരിച്ചിരുന്നു. അതായത് CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പരിശോധന കൃത്യമായി നടക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. അതിനു പിന്നാലെയാണ് ആ വാഹനത്തിൻ്റെ നമ്പർ പുറത്തു വരുന്നത്. ആ വാഹനം ഹരിയാന രജിസ്ട്രേഷൻ ആണ് എന്ന് തിരിച്ചറിയുന്നത്, അതിൻ്റെ ഉടമയെ അറിയുന്നത്, ആ ഉടമയുടെ പേര് നദീൻ ആണ് എന്ന വിവരവും പുറത്തു വരുന്നു. നദീൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് എന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. ഏതായാലും സ്ഥിരീകരണം ആയിട്ടില്ല. നദീം എന്നയാളുടെ പേരിലാണ് ഈ വാഹനം എന്നാണ് മനസ്സിലാക്കുന്നത്. കാറിൽ 3 പേരുണ്ടായിരുന്നു എന്നും അറിയുന്നു. ഏതായാലും ആശുപത്രിയിൽ എത്തുന്നതിന് മുൻപും അതിനുശേഷവും ആഭ്യന്തരമന്ത്രി പ്രതികരിച്ചു. അതായത് കൃത്യമായി അനാവശ്യ വാർത്തകൾ സ്പ്രെഡ് ചെയ്യപ്പെടരുത്, വ്യാജ വാർത്തകൾ പ്രചരിക്കപ്പെടരുത്. അതുകൊണ്ട് കൃത്യമായി അദ്ദേഹം അപ്പോൾ കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. ആശുപത്രിയിലെത്തി ഈ പരിക്കേറ്റവരെ സന്ദർശിച്ച ശേഷം അവരോട് കാര്യങ്ങൾ അന്വേഷിച്ചറിഞ്ഞ ശേഷം അദ്ദേഹം ഇപ്പോൾ ആ സംഭവ സ്ഥലത്ത് തന്നെ എത്തിയിട്ടുണ്ട്. ശ്രീകാന്ത്,
കൃഷ്ണജി, ഏറ്റവും പ്രധാനപ്പെട്ട പുതിയ വാർത്ത വരുന്നത് ഭീകരാക്രമണ സാധ്യത തള്ളാതെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി എന്നുള്ളതാണ്. ഭീകരാക്രമണ സാധ്യത ഉണ്ടോ, ഭീകരാക്രമണമാണോ എന്ന ചോദ്യത്തിന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി നൽകിയ മറുപടി ഏജൻസികൾ ആ വഴിക്ക് അന്വേഷണം ആരംഭിച്ചു എന്നുള്ളതാണ്. അതായത് ഭീകരാക്രമണമാണ് എന്നുള്ള അനുമാനത്തിലേക്ക് കൂടുതൽ അടുക്കുന്നു എന്നുള്ളതാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഭീകരാക്രമണ സാധ്യത തള്ളുന്നില്ല, അതിനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ആ വഴിക്ക് അന്വേഷണം നടക്കുന്നു എന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല, എടുത്തു പറയേണ്ടത് ഇപ്പോൾ ഈ കാർ ഉടമയുടെ പേര് നദീം എന്ന രീതിയിൽ വാർത്തകൾ വരുന്നുണ്ട്. പക്ഷേ ഈ ഘട്ടത്തിൽ അത് സ്ഥിരീകരിച്ചിട്ടില്ല. ഒരുപക്ഷെ പോലീസിന്റെ ഭാഗത്തുനിന്നായിരിക്കണം അത് സംബന്ധിച്ച് സ്ഥിരീകരണം വരേണ്ടത്. ഹരിയാന പോലീസ് ഇതിനോടകം തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നേരത്തെ കൃഷ്ണരാജ് ചൂണ്ടിക്കാണിച്ച ഇന്നത്തെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ബന്ധം ഈ സംഭവത്തിനുണ്ടോ എന്നറിയുന്നതിനുള്ള പരിശോധന അവരും തുടങ്ങിയിട്ടുണ്ട്. ഈ കാർ ഉടമയ്ക്ക് വേണ്ടി ഹരിയാന പോലീസിന്റെ തെരച്ചിൽ ഇതിനോടകം ആരംഭിച്ചിട്ടുണ്ട്. UP ATS ഉത്തർപ്രദേശ് ആന്റി ടെററിസ്റ്റ് സ്ക്വാഡ് ഈ കേസിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായി കഴിഞ്ഞു. ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി സന്ദർശനം നടത്തുകയാണ്. ഇപ്പോൾ ഈ സംഭവ സ്ഥലത്ത് അദ്ദേഹം അതിനുശേഷം മാധ്യമങ്ങളെ കാണും, മാധ്യമങ്ങളോട് സംസാരിക്കും എന്നാണ് മനസ്സിലാകുന്നത്. ഏറ്റവും ഒടുവിൽ കിട്ടുന്ന വിവരപ്രകാരം ഭീകരാക്രമണമാണ് എന്നുള്ള അതിനുള്ള സാധ്യത കേന്ദ്ര ആഭ്യന്തരമന്ത്രി തള്ളുന്നില്ല. ഭീകരാക്രമണം എന്ന സൂചനയിലേക്ക് നമ്മൾ നേരത്തെ എത്തിയിരുന്നു, പക്ഷേ അത് ഉറപ്പിക്കാനായിട്ടില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ കാര്യങ്ങളുടെ പോക്ക് അനുസരിച്ച് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇത് ഒരു ഭീകര ആക്രമണമാണ് എന്ന് സൂചനകൾ നൽകുന്നുണ്ട്. അതായത് അങ്ങനെ കരുതേണ്ടി വരും എന്ന നിലയിലേക്ക് തന്നെ കാര്യങ്ങൾ പോകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഏതായാലും ഉഗ്ര സ്ഫോടനമായിരുന്നു. അത് 2 കാറുകൾ പൊട്ടിത്തെറിച്ചു എന്ന വാർത്തകൾ പോലും വന്നതല്ല. പക്ഷേ കാർ പൊട്ടിത്തെറിച്ചത് ഉഗ്രസ്ഫോടനമാണ്. അതിനുശേഷം ആ സമീപ പ്രദേശത്തുണ്ടായിരുന്ന വാഹനങ്ങളിലേക്കൊക്കെ തീ പടർന്ന് അത് പൊട്ടിത്തെറിക്കുന്ന അവസ്ഥയാണ് ഉണ്ടായത്. ഇതൊരു ചാവേർ ഭീകരാക്രമണമാണോ എന്ന നിലയിലേക്ക് വരെ കാര്യങ്ങൾ പോകുന്നുണ്ട്. ആ സംശയം, കാരണം ഈ വാഹനത്തിനുള്ളിൽ 3 പേരുണ്ടായിരുന്നു എന്ന വിവരങ്ങളുണ്ടല്ലോ. നദീം എന്നയാളുടെ പേരിലുള്ള ഹരിയാന രജിസ്ട്രേഷൻ കാറാണ്, I-20 കാറാണ് എന്ന വിവരമാണ് പുറത്തു വരുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഹരിയാനയിൽ നിന്നാണ് ഇന്ന് IS ഭീകരരെ നമ്മുടെ ഏജൻസികൾ പിടികൂടിയത്. അതുമായി ചേർത്ത് വായിക്കുമ്പോൾ ഇത് ആസൂത്രിതമായ, മുൻകൂട്ടി തീരുമാനിച്ചുറപ്പിച്ച ഒരു പദ്ധതിയുടെ തന്നെ പ്രതിഫലമായി കാണണം. ഉഗ്ര സ്ഫോടനം ഉണ്ടാകുന്നു. ശ്രീകാന്ത് അവിടെ എത്തുമ്പോൾ മീറ്ററുകൾക്കപ്പുറത്തേക്ക് ശരീരാവശിഷ്ടങ്ങൾ തെറിച്ചു കിടക്കുന്നത് കണ്ടതാണ്. വാഹനങ്ങളുടെ അവശിഷ്ടങ്ങൾ ശ്രീകാന്ത് ഇന്ന് റിപ്പോർട്ട് ചെയ്തതാണ്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ആ സ്ഫോടനത്തിൻ്റെ വ്യാപ്തി കൃത്യമായും സൂചിപ്പിക്കുന്നത്, ആ ഉഗ്രസ്ഫോടനം കൃത്യമായി പറഞ്ഞു വെക്കുന്നത് ഇതൊരു ഭീകരാക്രമണം തന്നെ എന്ന സൂചനയിലേക്കാണ്. ഇപ്പോഴും സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല, പക്ഷേ അതിൻ്റെ സൂചനകളെല്ലാം ആ ഭീകരാക്രമണം എന്നതിലേക്ക് തന്നെ എത്തി നിൽക്കുന്ന ഒരു ഘട്ടമാണ് ഇപ്പോഴത്തേത്. ശ്രീകാന്ത്, മറ്റു വിവരങ്ങൾ ലഭ്യമാണോ? ഏറ്റവും പ്രധാനപ്പെട്ട വിവരം, കൃഷ്ണരാജ് നേരത്തെ സംശയം പ്രകടിപ്പിച്ചത് ഫരീദാബാദിൽ ഇന്ന് രാവിലെ അറസ്റ്റിലായവർക്ക് ഈ സംഭവവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നൊരു സംശയം അത് കൃഷ്ണരാജ് നേരത്തെ പ്രകടിപ്പിച്ചിരുന്നു. ഇപ്പോൾ അതിന് അക്കാര്യത്തെക്കുറിച്ച് അന്വേഷണം നടക്കുന്നു. ആ സംശയം ബലപ്പെടുത്തുന്ന തരത്തിലൊരു വാർത്ത വരുന്നത് ഈ കാർ ഹരിയാനയിലെ ഫരീദാബാദിൽ നിന്നാണ് എന്നുള്ളതാണ്. ഇന്ന് രാവിലെ അറസ്റ്റ് നടന്നത് ഫരീദാബാദിൽ നിന്നാണ്. ജമ്മു കാശ്മീരിൽ നിന്നുള്ള ആളുകളെയും അതോടൊപ്പം കൊടും ഭീകരരെ RDXുമായും ആയുധങ്ങളുമായും പിടികൂടിയത് ഫരീദാബാദിൽ നിന്നാണ്. അത് ഹരിയാനയിൽ നിന്നാണ്, ഹരിയാനയിലെ ഫരീദാബാദിൽ നിന്നാണ് പിടികൂടിയത്. ആ സ്ഥലത്ത് ഉള്ള ഹരിയാനയിലെ ഫരീദാബാദിൽ ഉള്ള കാറാണ് ഇത് എന്ന വിവരം പുറത്തു വരുന്നു. അങ്ങനെയെങ്കിൽ കൃഷ്ണരാജ് നേരത്തെ പ്രകടിപ്പിച്ച സംശയം ഒന്നുകൂടി ബലപ്പെടുകയാണ്. അതായത് ഈ കേസിൽ ഇന്ന് രാവിലെ നമ്മൾ കൊടുത്ത ആ വിവരം, ഇന്ന് രാവിലെ നമ്മൾ റിപ്പോർട്ട് ചെയ്ത വിവരം, അത് ഈ പ്രതികൾക്ക് ഈ കേസുമായി, ആ രാവിലെ അറസ്റ്റിലായ പ്രതികൾക്ക് ഈ കേസുമായി ബന്ധമുണ്ടോ എന്ന സംശയം ബലപ്പെടുന്നു എന്നുള്ളതാണ് കൃഷ്ണരാജ് ഈ ഘട്ടത്തിൽ പറയേണ്ടത്. കാരണം ഈ പ്രതികൾ ഉണ്ടായിരുന്ന, അവരുടെ അറസ്റ്റ് നടന്ന ഫരീദാബാദിലേതാണ് ഈ കാർ എന്നത് തിരിച്ചറിഞ്ഞിരിക്കുന്നു പോലീസ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഇതാ സന്ദർശനം കഴിഞ്ഞ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി മടങ്ങാനൊരുങ്ങുന്നു.
വേണ്ടിയാണ് ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഈ വാഹനങ്ങൾ തടഞ്ഞിട്ടിരിക്കുന്നത്. അദ്ദേഹം ഉദ്യോഗസ്ഥരോട് സംസാരിച്ചു. അല്പസമയത്തിനകം നമുക്ക് വിവരങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും ഇത് ഭീകരാക്രമണം തന്നെയാണോ എന്നുള്ളത്.